ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നല്ല സോഫ്റ്റായിട്ട് എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ അത് സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം പല വിധത്തിൽ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു രീതിയിൽ ചെയ്താലും ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ ഒരുപാട് ദിവസം കേടുകൂടാണ്ടിരിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതിന് മുമ്പും എൻ്റെ ചാനലിൽ ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഇഷ്ടമാവും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചരിയാണ്. 3 കപ്പ് പച്ചരി 4 മണിക്കൂറോളം കുതിർത്തെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞെടുത്താണ് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് വേണം. പിന്നെ ഒരു 4-5 ഏലക്കായ വേണം. പിന്നെ വേണ്ടത് ശർക്കരപ്പാനിയാണ്. ഇത് ഒരു 400 ഗ്രാം ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുത്തതാണ് കേട്ടോ. ഏകദേശം ഒരു 2.5 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്ത ശർക്കരയാണിത്. ഇതിന് അത്യാവശ്യം ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ ശർക്കരപ്പാനി ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അരിയും ചോറെല്ലാം കൂടെ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എല്ലാം കൂടെ നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഈ ഏലക്കായൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ അരിയും ചോറും അതുപോലെ തന്നെ ഏലക്കായും ശർക്കരപ്പാനിയിൽ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടിയാണ് വേണ്ടത്. 3 കപ്പ് അരിയാണല്ലോ ഞാൻ എടുത്തത്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. കൂടെ നമുക്ക് ഇത്തിരി വെള്ളം കൂടെ വേണ്ടി വരും. ഈ ഒരു വെള്ളം മതിയാവില്ല. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഏകദേശം ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കണം കേട്ടോ. പിന്നെ നമ്മളിതിൽ ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിലും ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലൊരു മാവാക്കിയെടുക്കണം. അതിന് ശേഷം ഏകദേശം ഒരു 5 മണിക്കൂറോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടും വെക്കണം കേട്ടോ. എങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ ഉണ്ണിയപ്പം നമുക്ക് കിട്ടുള്ളൂ. ഒരു 5 മണിക്കൂറിന് ശേഷം നമുക്ക് നെയ്യിൽ വറുത്തെടുത്ത ഒരു 2 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു എള്ളിന് പകരമായിട്ട് ജീരകം വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ജീരകം പൊടിച്ചിട്ട് ചേർക്കാം, അല്ലെങ്കിൽ നെയ്യിൽ വറുത്തെടുത്ത് അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി കരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെയും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചൂടാക്കിയെടുക്കുക. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ കുഴിയിലൊക്കെ നന്നായിട്ട് നല്ല നകക്കെ എണ്ണ ഒഴിക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് ഫസ്റ്റ് മാവ് വേവിച്ചെടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഉണ്ണിയപ്പം എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരുപാട് ദിവസം കേടുകൂടാതിരിക്കണ ഉണ്ണിയപ്പം നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതാ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് മാത്രമാണ് കേട്ടോ അത്. ഇതുപോലുള്ള സോഫ്റ്റായിട്ട് കിട്ടുന്ന ഉണ്ണിയപ്പത്തിൻ്റെ വേറെ റെസിപ്പീസും ഞാൻ ഇത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സോഫ്റ്റായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കണ എന്തെങ്കിലും ടിപ്സോ അങ്ങനെ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കൂ കേട്ടോ. തീർച്ചയായിട്ടും എനിക്കും അതൊരു അറിവാകുമല്ലോ. പിന്നെ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഒരു 5 മിനിറ്റ് കൊണ്ട് അരിയൊന്നും അരക്കാതെ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് പറയണേ. ഇനി വീണ്ടും പുതിയ നല്ല റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.